നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വയറ് നിറഞ്ഞു. എന്തൊക്കെയായിരുന്നു വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? മെയ് മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ സമ്പൂർണ്ണ സൗജന്യം. നിങ്ങൾക്ക് ടൂറ് പോകാം, ബന്ധുവീടുകളിൽ പോകാം, ജോലിക്ക് പോകാം, എല്ലാം സൗജന്യമെന്നാണ് അന്ന് പറഞ്ഞത്. എന്തായി എന്നിട്ട്? ഇപ്പോൾ ഇന്ന് മെയ് മാസം 18ആയി. ഇപ്പോൾ പറയുന്നത് ജൂൺ 15-ന് തനിക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും പഠിക്കാതെയാണോ വിളിച്ചു പറഞ്ഞത്? ഒരു സാഹചര്യം പഠിക്കാതെയാണോ കേരളത്തിലെ സ്ത്രീകൾക്ക് വാഗ്ദാനം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത്? അന്നേ എന്നെപ്പോലെയുള്ള ആളുകൾ അന്ന് പരസ്യമായി ചോദിച്ചിരുന്നു. പലരും ചോദിച്ചു, പ്രൈവറ്റ് ബസ് എന്ത് ചെയ്യും? KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തില്ലേ? എല്ലാ സംവിധാനത്തെയും തകർക്കുന്ന ഏർപ്പാടല്ലേ? അപ്പോൾ വോട്ട് കിട്ടി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വ്യാജ വാഗ്ദാനം കൊടുത്തു. രണ്ടാമത്തെ വാഗ്ദാനം, ഒന്നാമത്തെ മന്ത്രിസഭയിൽ 21,000 രൂപ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ പോയി? 3,000 രൂപയാണ് ബാക്കി കൊടുത്തത്. വാഗ്ദാനം കൊടുക്കുമ്പോൾ തീയതി വെച്ചുകൊണ്ട് വാഗ്ദാനം കൊടുക്കുമ്പോൾ അത് നടപ്പിലാക്കണം. ഇവിടെ അധികാരത്തിൽ വന്നത് ഇന്നാണ് നോക്കുക. ആയിക്കോട്ടെ, മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5-ാം തീയതി ഭൂരിപക്ഷം കിട്ടി 15-ന് കൊടുക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് ജൂൺ 1 തൊട്ട് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നില്ലല്ലോ. എന്തേ ജൂൺ 15 പോയി നീട്ടിക്കൊണ്ടുപോയി? ഇത് കൊടുക്കാൻ കഴിയില്ലെന്ന് സതീശന് തന്നെ അറിയാം. ആശാ വർക്കർമാരുടെ ഓണറേറിയം അതും പ്രയാസമാണെന്ന് സതീശന് നന്നായിട്ടറിയാം. അപ്പോൾ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഞാൻ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥികൾ പലരും എന്നെ പറ്റി വളരെ പരിഹാസത്തോടു കൂടി എഴുതുന്നത് കണ്ടു. പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി 25,000 വോട്ടിന് ജയിച്ച കുറ്റിപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ വെറുതെ ചൊറിയണ്ട. എങ്ങനെയാണ് തോറ്റ അന്നത്തെ കാര്യങ്ങളും എല്ലാ കഥകളും പറയാൻ തുടങ്ങി എത്രയോ പറയേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടിന് KT ജലീൽ എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനോട് തോറ്റുപോയി. ജയിക്കുന്ന മണ്ഡലത്തിൽ, ഞാൻ തോൽക്കുന്ന മണ്ഡലത്തിലാണ് തോറ്റത്, ഞാൻ ജയിക്കുന്ന മണ്ഡലത്തിൽ പോയി തോറ്റിട്ടില്ല. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനം, കൊടുവള്ളിയിൽ തെരഞ്ഞെടുപ്പിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി വാക്ക് കൊടുത്താതെ കൊടുവള്ളിയിലെ ചർച്ചയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഫ്രഷ് കട്ട് സമരത്തിൻ്റെ ആളുകൾ പറഞ്ഞു, എൻ്റെ എതിർ സ്ഥാനാർത്ഥി 7 ദിവസം അത് വിജയിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഫ്രഷ് കട്ട് കമ്പനി പൂട്ടിക്കും, ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരവും പറഞ്ഞത് എനിക്കത് സാധിക്കില്ല. എനിക്ക് ഫ്രഷ് കട്ട് എന്നല്ല, ഒരു പെട്ടിക്കട പൂട്ടിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അതിന് ചില നിയമവ്യവസ്ഥകളുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഫ്രഷ് കട്ടിനെതിരായ എല്ലാ നിലപാടുകളും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നല്ലാതെ ഒരു തീയതി വെച്ചുകൊണ്ട് അത് പൂട്ടിക്കുമെന്നൊന്നും പറയാനുള്ള അത്തരം വിടുവായത്തം പറയാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുത്ത് ജയിക്കുന്ന ആളുകളും അതേപോലെ അധികാരത്തിൽ വരുന്ന ആളുകളും അത് നടപ്പിലാക്കണം. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണോ അധികാരത്തിൽ വരേണ്ടത്? ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടാണോ ഇത്തരത്തിൽ വോട്ട് വാങ്ങേണ്ടത്? അതൊക്കെ തന്നെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ്, ഇവിടെ ചില മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം MLA-മാരും ജയിച്ചതെന്നാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നരേന്ദ്രമോദി രാജ്യം മുഴുവൻ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് MMC എന്ന വാക്കാണ്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അധിക്ഷേപിച്ച് രാജ്യം മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ ഒരു സഖ്യകക്ഷിയായി കോൺഗ്രസിനെ അവതരിപ്പിച്ചത് മൂലം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കേരളത്തിലൊരു ഭരണത്തിന് വേണ്ടി ലീഗുമായി കൂട്ടുകൂടിയതിൻ്റെ പേരിലാണ് ആസാമിലൊക്കെ വലിയ ധ്രുവീകരണം ഉണ്ടാക്കി. ഈ വാക്ക് MMC എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 19 കോൺഗ്രസ് MLA-മാരിൽ 18 പേര് മുസ്ലിങ്ങളാണ് എന്നുള്ള വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ആസാമിൽ നടന്നു. അപ്പോൾ ആസാം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ്. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഇത് പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ സഹിച്ചുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ മാന്യത കിട്ടുന്നത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര സംഘടന അവരെ കൂട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസിന് തിട്ടൂരം കൊടുത്തുകൊണ്ട് തങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് MLA-മാരെ തടഞ്ഞു നിർത്തുക, അവരുടെ ആഘോഷങ്ങൾ തടയുക, എന്നിട്ട് തങ്ങൾ പറയുന്നത് പോലെ കേൾക്കണമെന്ന് ഭീഷണിപ്പെടുത്തുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ കര തൊടില്ല എന്ന് പറയുക, ഇതൊക്കെ ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് വല്ലാതെ ആളുകളെ ചൊറിയാൻ നിൽക്കരുത്. രാഷ്ട്രീയമായിട്ട് മാന്യത കാണിക്കണം. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കും, പരാജയപ്പെടും. തോൽക്കുന്ന ആളുകൾ മത്സരിക്കാൻ പാടില്ല, തങ്ങൾ ഏകപക്ഷീയമായി ജയിക്കണമെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലും ഇന്ത്യയിലും നടക്കാൻ പോകുന്നില്ല. ഏതായാലും ഇന്ന് വന്ദേ മാതരമൊക്കെ നന്നായിട്ട് ചൊല്ലി നല്ല അച്ചടക്കമുള്ള കുട്ടികളായിക്കൊണ്ട് കേന്ദ്രത്തിലെ BJPയുടെ മോദിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി പാലിക്കുകയും ആ വന്ദേ മാതരം തുടക്കം മുതൽ ശബ്ദം കുറച്ചാണെങ്കിലും വളരെ മനോഹരമായി അത് മുഴുവൻ പാടേണ്ടാത്ത ഭാവം കൂടെ ചൊല്ലിയ വടശ്ശേരി ദാമോദര മേനോൻ സതീശനടക്കമുള്ള എല്ലാ UDFൻ്റെ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.